അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്താണോടാ റഹ്മാൻ പൊന്നാൻ. പറ. ഒരു 25 കൊല്ലം അല്ലെ 30 കൊല്ലം അല്ലെ 35 40 കൊല്ലം മുമ്പ് കൊല്ലം നടന്ന കല്യാണത്തിനെ പറ്റി ഞാൻ പോയിട്ടുണ്ട് കുറേ. അതിനെ പറ്റിയിട്ട് ഒന്ന് പറയോ? അതായത് താങ്കളിപ്പോൾ പറയണത് 30 വർഷം 35 വർഷം പോട്ടെ 40 വർഷം മുമ്പ് നടന്ന വിവാഹങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമെന്നാണ്. അപ്പോൾ താങ്കളും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തെറ്റായ കാര്യം പറയുമ്പോൾ താങ്കൾ ഇടപെടണം. അങ്ങനെയല്ല അല്ല, ഞാൻ പറയണത് എൻ്റെ ഓർമ്മ വെച്ചിട്ട് ശരിയാണെങ്കിൽ ഓക്കെ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം മനസ്സിലായില്ലേ? ഒരുപാട് ചരിത്രങ്ങളൊക്കെ പഠനത്തിന് ഉണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 30 വർഷം 35 വർഷം പോട്ടെ 40 വർഷം മുമ്പുള്ള വിവാഹങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പുതിയ തലമുറ കുട്ടികൾക്കൊന്നും അറിയില്ല. എന്നാലാ ചില വീടുകളിലൊക്കെ അവരെ ഉപ്പൂപ്പ അല്ലെങ്കിൽ വല്യമ്മ, അമ്മ, ചേച്ചി, അപ്പൂപ്പൻ, ചേട്ടൻ ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുത്ത അറിവുള്ള കുട്ടികളും ഉണ്ട്. നമ്മളില്ല എന്ന് പറയരുത്, ഉണ്ട്. അതുപോലെ അറിയാത്ത ഒരുപാട് കുട്ടികളും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഏജിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കാണാൻ അവർക്ക് പറ്റുന്ന ഒരു ഇതാണെങ്കിൽ അവർ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ ആലോചിക്കും. എത്ര വർഷം മുമ്പ് നടന്നാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയിരുന്നില്ലേ? അത്രേ ഉദ്ദേശമുള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ റഹ്മാൻ പൊന്നാനി പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും നന്ദി പറയുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണേ, ലൈക്കും കമൻറ്റും കൊടുക്കുക. നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഇതുവരെ എത്തിയത്. വാക്കിലും സംസാരത്തിലൊക്കെ വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ സദയം മാപ്പാക്കണം എന്നും കൂടി മുൻകൂട്ടിയിട്ടുള്ള അർജ്ജും കൂടി സമർപ്പിക്കുന്നു. 30 വർഷം 35 വർഷം അല്ലെങ്കിൽ പോട്ടെ 40 വർഷം മുമ്പുള്ള കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ പെങ്ങളെ കല്യാണമാണ് നടത്താൻ പോകുന്നത്. ഉദ്ദേശിക്കുക നടന്നപ്പോൾ പുതിയാപ്പളിൻ്റെ ഭാഗത്ത് നിന്ന് കല്യാണം വിളിക്കേണ്ട ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നാട്ടുകാരെ മൊത്തം അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ പേരുണ്ടാവും. ആ ആളുകളോടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. കുടുംബ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് വേറെയും വരും. ഈ കുടുംബ ലിസ്റ്റിൻ്റെ ആൾക്കാരെ വീട്ടിൽ പോയിട്ട് തന്നെ വിളിക്കണം. റോട്ടിൽ നിന്നോ ചായക്കടയിൽ നിന്ന് അവിടെ നിന്നൊന്നും വിളിച്ചാൽ അവർ കല്യാണത്തിന് വരില്ല. അന്നത്തെ കാലം അതായിരുന്നു. നാട്ടുകാർ, സ്നേഹിതന്മാർ, അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ കാണുന്ന സ്ഥലത്തു നിന്ന് കൈ കൊടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കല്യാണത്തിൽ ലിസ്റ്റ് ഇട്ടുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചൊന്നും നടക്കണ്ട, വീട്ടിൽ വെച്ചാൽ മതി, നമുക്ക് ധാരണ ഉണ്ടാവും. അപ്പോൾ ടൗണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചായക്കടയിൽ അവിടെ ഉണ്ടൊക്കെ ആൾക്കാരെ കാണും. അപ്പോൾ നമ്മൾ അസ്സലാമലൈക്കും അല്ലെങ്കിൽ നമസ്കാരം, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവും കല്യാണത്തിന്. അന്ന് ഭയങ്കര ഒരു ഒത്തൊരുമയാണ്. മുഹമ്മദിൻ്റെ കല്യാണത്തിന് കൃഷ്ണേട്ടൻ ഉണ്ടാവും, കൃഷ്ണേട്ടൻ്റെ കല്യാണത്തിന് മുഹമ്മദ് ഉണ്ടാവും. ജമീല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അടുത്ത അയൽവാസിനോട് സാന്ത്വത്തിയെ ഞാൻ ഹോസ്പിറ്റലിൽ പോകണ, കുട്ടികൾ മാത്രമേ ഉള്ളൂ നോക്കണേ. അത്ര ഒത്തൊരുമയാണ്, ഒരു വർഗീയതയില്ല. അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് എല്ലാവരും ജീവിക്കുന്ന ഒരു പ്രശ്നമില്ല. ഇന്ന് കുറേ ഉണ്ടെന്നല്ല, കുറച്ചൊക്കെ ആരോ കുട്ടി തിരികെയതനുസരിച്ചിട്ട് ചില ആളുകൾക്ക് പറ്റിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഇല്ലാതെ നല്ലൊരു നാൾ, നല്ലൊരു ദിവസം, നല്ലൊരു കാലം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ കല്യാണങ്ങൾ ഇപ്പോൾ ഈ നാട്ടുകാരതൊക്കെ നമ്മൾ പറയുമ്പോൾ വീട്ടിൽ തിരിച്ചു പോയാലേ നമുക്ക് ധാരണ ഉണ്ടെന്ന് 20 ആളോട് പറഞ്ഞ്. അപ്പോൾ 20 ആളെ വിളിച്ചത് അവിടെ ടിക്ക് ചെയ്യും ആ ലിസ്റ്റിൽ. ഈ വിളിക്കുമ്പോൾ അവർ പറയും, പുതിയാപ്പളിൻ്റെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ പൊന്നു സുഹൃത്തെ ഒരാളെ തേടിയിട്ട് 10 പ്രാവശ്യമൊക്കെ പോയ ചരിത്രം എനിക്കുണ്ട്. വീട്ടിൽ പോയാൽ കാണൂല. അയാൾ ജോലി ചെയ്യണ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നടക്കൂല, ഞാൻ കാണലുണ്ട്. പറഞ്ഞാൽ വരൂല. വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ ഞാൻ കുറേ തിരഞ്ഞെടുന്ന തന്നെ എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം വരും. അങ്ങനെ കല്യാണ ദിവസം ഈ രാവിലെ കല്യാണം എടുത്ത് തുടങ്ങിയാൽ രാത്രി 1 മണിക്കൊക്കെ അവസാനിക്കുക. ഒരാളും പിരിഞ്ഞു പോകില്ല. പുതിയാപ്പിള അന്ന് പോകുന്നത് രാത്രിയാണ്. രാത്രി 10 മണി മുതൽ 12 മണി വരെ പോയ ചരിത്രമുണ്ട്. ഒരാളും പിരിഞ്ഞു പോകില്ല. എല്ലാം അവിടെ ഇവിടെ ആയിട്ട് ക്യാമ്പ് അടിച്ചിട്ട് ചില ആളുകളൊക്കെ സൊറ പറഞ്ഞിരിക്കും. ചില ആളുകളൊക്കെ ചീട്ടിൻ്റെ പെട്ടി വാങ്ങിയിട്ട്, ചീട്ടുകളി നല്ലതോ ചീത്ത ആ വിഷയമല്ല. ഇപ്പോൾ നമ്മൾ ഒരു തമാശക്കൊക്കെ ഒരു റമ്മിയൊക്കെ കളിച്ചിട്ട് ചില ചെറുപ്പക്കാരൊക്കെ അന്നത്തെ കാലഘട്ടം മാറിയിരിക്കും. അവർ ചില ആളുകൾ പന്തലിരുന്നിട്ട് സൊറ പറഞ്ഞിരിക്കും. കുട്ടികളടക്കം ഉറങ്ങില്ല. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുക. ഭയങ്കര രസമാണ്.
അങ്ങനെ ആ കാലഘട്ടം മാറി പിന്നെ ട്രക്കറിൻ്റെ ഒരു യുഗം വന്ന് കുത്തി നിറച്ച് പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാം കുത്തി നിറച്ചിട്ട് ട്രക്കറിലാണ് പോണത്. പുതിയാപ്പിള അല്ലെങ്കിൽ പെണ്ണിൻ്റെ ആൾക്കാർ. അതിൽ കുറേ പിള്ളേർ ട്രക്കറിൻ്റെ വാലും വലും തണ്ടും വലൊക്കെ തൂങ്ങിയിട്ട് അറിയോ, അതൊക്കെ ഇഷ്ടത്തിന് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കല്യാണം ഈ വീട്ടിൽ വെച്ചിട്ട് നടത്തുന്ന കല്യാണം ആകുമ്പോൾ അയൽവാസികളൊക്കെ സഹകരിക്കും. മതിൽ പൊളിക്കും, ചിലപ്പം വെയിലാണെങ്കിൽ അത് പൊളിക്കും, എല്ലാം പൊളി സഹകരിച്ചിട്ട് പന്തലൊക്കെ ചെറുപ്പക്കാരാണ്ട് തട്ടിക്കൂട്ടലാണ്. ഇതിൽ എല്ലാ മതവിശ്വാസികളും അയൽവക്കക്കാരൊക്കെ ഉണ്ടാവും. നല്ലൊരു ഇതാണ്. അതിന് ഭയങ്കര ബന്ധമാണ്. കാരണം വിരലും കൈ കൊടുക്കലും വളരെ സഹകരണമാണ്. നേരെ മറിച്ച് ഇപ്പം നടക്കുന്ന കല്യാണം മോശമാണെന്നല്ല, എല്ലാ കല്യാണങ്ങളും ഇപ്പോൾ ഹാളിലാണ് നടക്കുന്നത്. കുറേ ആളുകൾ വന്നിട്ട് കല്യാണം വിളിച്ച വരനെ അല്ലെങ്കിൽ വരൻ്റെ പിതാവിനെ കാണും, കൈ കൊടുക്കും, പോകാൻ്റെ അടുത്ത് പറയും. കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരെ കാണുന്നില്ല, നമ്മളണ്ട് പോകാൻ വേണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. പഴയ കാലത്തൊരു ആ സ്നേഹം, ആ ബന്ധം കല്യാണത്തിന് വന്നിട്ടുണ്ടല്ലോ, അതിപ്പം എൻ്റെ അഭിപ്രായത്തിൽ വളരെ ചുരുക്കമാണ്. ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ കല്യാണം ഉറപ്പിച്ച വീട്ടിൽ പെരുന്നാളാവ് പോലാണ്. കുടുംബക്കാർ വരലും സഹായിക്കലും പലഹാരം ഉണ്ടാക്കലും ഇന്നും ഉണ്ട്. പക്ഷെ ആദ്യത്തെ അത്ര ഇല്ല. കല്യാണത്തിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസം മുമ്പ് തന്നെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ആ സ്മെല്ലിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു കല്യാണ വീട് എന്ന് പറയും. യാത്രക്കാർ അന്ന് കല്യാണം വിളിക്കാനാ പെണ്ണുങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ പോയിട്ടുണ്ട് കുറേ ബന്ധുക്കളെ കല്യാണം വീട്ടിലൊക്കെ നടക്കുമ്പോൾ സ്ത്രീകളെ കൂടെ. ഞാൻ പോയത് ഫുഡ് കിട്ടുവച്ചിട്ടാണ്. ഇവരിങ്ങനെ നടന്നിട്ടാ പോക്കെ. ഒരു 10-50 പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും അവിടെ കല്യാണം വിളിക്കാൻ. ഇന്നിപ്പോൾ കല്യാണ കത്ത് കൊടുത്താൽ മതി, കുടുംബ ലിസ്റ്റിനൊന്നും പരിഗണനയൊന്നുമില്ല. വിളിക്കും, ചിലപ്പോൾ കത്ത് കൊടുക്കും. കാലേ മാറി. പക്ഷെ അന്നത്തേത് അനുഭവിച്ച അനുഭവം ഒന്നും ഇപ്പം ഇല്ല. ഏറ്റവും സൂപ്പറാണ് അന്നത്തേത്. ബിരിയാണിയൊക്കെ അപൂർവം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സൂപ്പർ മായം ചേർക്കാത്ത മസാലയിൽ ഉണ്ടാക്കിയ ബീഫിൻ്റെ കറി ഉണ്ടല്ലോ, നെയ്ച്ചോറും ഒരു ഒന്നൊന്നര ഇന്നും പറയുമ്പോണ്ടല്ലോ നാവിലാണ്. ഇത് അനുഭവിച്ച എല്ലാവർക്കും അറിയാം. ആ ട്രക്കർ ഇങ്ങനെ വന്നിട്ട് കുത്തി നിറച്ച് പോയി. ആ ട്രക്കർ വരുന്ന മുമ്പ് നടന്നിട്ടാണ് പെണ്ണുങ്ങൾ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്കൊക്കെ പുതുക്കം പോകാനാണ് ഒക്കെ നടന്നിട്ടാണ് പോകുക, എത്ര ദൂരമായാലും. ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് മാറി പതുക്കെ ഒരു 84 കാലഘട്ടത്തിൽ എന്തായി, ട്രക്കറിൻ്റെ ഒരു വരവുണ്ടായി. കുത്തി നിറച്ചിട്ട് പുതിയാപ്പിളിൻ്റെ ആൾക്കാരും പെണ്ണിൻ്റെ ആൾക്കാരും വാലിമ തൂങ്ങി, ഡ്രൈവറെ തലയിൽ തൂങ്ങി, ഭയങ്കര ജോലിയിട്ടാണ്. എന്നാലും റൂട്ടിലുള്ള മറ്റുള്ള വാഹനങ്ങളൊക്കെ സഹകരിക്കും. കല്യാണത്തിൻ്റെ വണ്ടിയല്ല ഈ പോണത്. ഭയങ്കര രസമാണ്. അതിങ്ങനെ പതുക്കെ മാറി ബസ്സായി, കാറായി, ഇപ്പം ഹാളിലാണ്. ഒരു കാലം പിന്നെ അങ്ങനെ വന്ന് ഹാളിൽ ഡേറ്റ് നോക്കിയിട്ടാണ് പിന്നെ കല്യാണത്തിൻ്റെ തീയതി ഉറപ്പിക്കുക. ആൾ കിട്ടാനില്ല, ബുക്കാണ് എല്ലായിടത്തും. ഇപ്പം കുറച്ച് കുറവൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൽ പിന്നെ പുതിയാപ്പലിനെ വിളിക്കാൻ 7 ദിവസം പോകണം. ഞാൻ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പുതിയാപ്പലിനെ വിളിക്കാൻ പോകാൻ കുട്ടികൾ കരയും, ഞാനും കരയും. ഞാനും ഉണ്ടോ എന്താണിപ്പോൾ അവിടെ പോയ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും കിട്ടും, പുതിയ ഒരു 5-ൻ്റെ നോട്ടും, അതൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ഉദ്ദേശിച്ചു 5 ഉറുപ്പ്യയും കിട്ടും, ബിസ്ക്കറ്റും കിട്ടും, ടവലും. അപ്പം ഞാൻ ബിസ്ക്കറ്റ് പാക്കറ്റ്, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അടിപൊളി ലേശം വലിയ പാക്കറ്റാണ്, അത് കിട്ടിയാൽ തിന്നാലോ പോക്ക്. പുതിയാപ്പലിനെ വിളിക്കാൻ പോയാലും പുതിയാപ്പലിനെ വീട്ടുകാർ ചായ പലഹാരങ്ങളെ കൊടുന്ന് വെച്ചുതരും. ഇവരെ കണ്ട് മാറിയ പുതിയാപ്പള വന്നിട്ട് ആരാ വിളിക്കണത്, തമാശാക്കാണ്. ഇത്തയാണോ വിളിക്കണത്? ആ ഇത്ത വിളിക്കുന്നുണ്ട്, വേഗം പോയി. ഞാനൊരാളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഉണ്ടല്ലോടാ ഞാൻ പോവാണ്. ഒരു രസമാണ് അതൊക്കെ. ഈ വീട്ടുകാരെന്താക്കും, ഞങ്ങൾ 4-5 ആൾക്കാരാണ് പുതിയാപ്പലിനെ വിളിക്കാൻ പോയിരുന്നത്. വീട്ടിൽ വന്നപാട് ആ ബിസ്ക്കറ്റ് പാക്കറ്റ് ആ പൈസ ഒക്കെ വാങ്ങും. കൊണ്ട എന്താണ് രാത്രി പുതിയാപ്പള വരാൻ നേരത്ത് ഞങ്ങളെ പോയ മാതിരി 4-5 എണ്ണം മൂപ്പരേറ്റ് വരും. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് 5 രൂപ റിട്ടേൺ ആയി കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം റിട്ടേൺ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടലാണ്. ഒരു കല്യാണത്തിന് ഞാൻ തീരുമാനിച്ച് ഈ ബിസ്ക്കറ്റ് ഞാൻ പൊട്ടിച്ചു തിന്നു. ജുമാഅത്ത് പള്ളീൻ്റെ അവിടെ സാലുക്കാൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് പൊട്ടിച്ചു തിന്നത്. വീട്ടുകാർ ബിസ്ക്കറ്റ് അവിടെ ബന്ധു വീട്ടിലാണ്, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ. ഞാൻ തിന്ന് പോയി പണി നോക്ക്. അപ്പോൾ അത്ര രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെയ്ച്ചോറ് എന്നൊക്കെ പറയാം, ബീഫ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്ന് സുഹൃത്തെ 1.5 ഒരു മായം ചേർക്കാത്ത സാധനങ്ങളെ കിട്ടുന്നത് എനിക്ക് അറിയാം ഇല്ലേ? ആ അപ്പോൾ ഈ കല്യാണത്തിന് വന്ന് രാത്രി 12 മണിയായാലും ആൾക്കാർ പോകില്ല, സഹകരിച്ച് നിൽക്കും. അത് ഇന്നൊക്കെ കല്യാണം വിളിച്ചാൽ തന്നെ ചിലവർ പറയും പോകാൻ പോണില്ല.
ഇനി പോയാൽ തന്നെ നമുക്ക് ആ പഴയ കാലത്ത് കിട്ടിയ ഒരൊറ്റ അനുഭവം ഇപ്പം അത്ര രസകരമായിരുന്നു അന്നത്തെ കല്യാണമൊക്കെ. പിന്നെ പുതിയാപ്പിള വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചതിപ്രയോഗം, അത് അന്നത്തെ കാലത്ത് അവർ ചെയ്തത് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അന്നൊരു രസമായിട്ട് എല്ലാവരും ചെയ്തിരുന്നു. പുതിയാപ്പിള വരുമ്പോൾ പപ്പടം പൊരിച്ചിട്ട് വെക്കേ, വെള്ളത്തുണി വെക്കേ, അദ്ദേഹം അറിയാതെ ഇരുന്നാലേ പടപട പടപട, അപ്പം കുറേ സ്ത്രീകൾ അവിടുന്ന് ഇവിടുന്ന് ചിരിക്കേ, പിന്നെ പയംപൊരിയിൽ ചകരി വെക്കേ. എൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാതിരുന്ന ആൾക്ക് ചൂടായിട്ടുണ്ട്. കരിങ്കല്ലിൻ്റെ ചെറിയ പൊടി കൊടുത്തിട്ട് ഇറച്ചി പൊരിച്ച മാതിരി വെച്ചിട്ട് ചങ്ങായി കടിച്ചതാണ്. അവൻ പ്ലേറ്റ് അടക്കെടുത്ത് വലിച്ചെറിഞ്ഞ്. സത്യമാണ് എന്ന് വെച്ചാൽ തെറ്റിപ്പോയിട്ടില്ല. ആ ഒരു ഇതാണത്. അപ്പോൾ അത്രയും രസമുള്ള കല്യാണത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇല്ലാത്തതായിട്ട് ഇങ്ങനെ തോന്നിയിട്ടില്ല? ഇല്ലില്ല. അന്നൊക്കെ ഭയങ്കര രസമാണ്. എൻ്റെ പൊന്നു കുടുംബങ്ങളൊക്കെ വന്നിട്ട് ഇന്നൊക്കെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വല്ല കുറവിലാണ് നിൽക്കുന്നുണ്ട്. സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ ആ വഴിക്ക് വരില്ല. കാരണം ബാധ്യത വെച്ചിട്ട് ആൾക്കാരെ ബോധിക്കാനൊന്ന് വന്ന് പോയെങ്കിലായി. കാരണം കുറവാണ്. അന്ന് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമില്ല. ചെറിയ എന്തെങ്കിലും കൊടുത്ത് അതും സൂപ്പറായിട്ട് നടക്കും. എനിക്കറിയാം. പിന്നെ ഒരു 85-86 കാലഘട്ടം വന്നപ്പോൾ എന്തായി? പെൺകുട്ടികളുള്ളവർക്ക് ആകെ ആദ്യമാണ് എങ്ങനെ കല്യാണം നടക്കും. ഗൾഫിൽ 3-4 പിരിവ് ഞാൻ ഇട്ടിട്ടുണ്ട്. പൊന്നാനി ഉള്ള ആളുകൾക്ക്, ആളെ പേരൊന്നും ഞാൻ പറയില്ല. അതിന് പറ്റുന്ന സംഖ്യ എല്ലാവരും സൈഡിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാറി ഇപ്പം പെൺകുട്ടികളെ കിട്ടാത്ത ലെവൽ വന്നു. പെൺകുട്ടികളെ കിട്ടണില്ല എന്നല്ല പറഞ്ഞത്, വിദ്യാഭ്യാസത്തിൽ പെൺകുട്ടികൾ മുന്നിലേക്ക് വരികയാണ്. കാരണം ഇനിയുള്ള കാലം പഠിപ്പ് വിദ്യാഭ്യാസം വേണം. ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആലോചിക്കാൻ പോയാൽ ചെക്കനോട് ചോദിക്കും പഠിച്ചിട്ടുണ്ടാ, പഠിക്കാൻ പോകുന്നുണ്ടാ, മറ്റുള്ള രീതികളൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഇതിൽ സൂപ്പറായിട്ടുള്ള മെസ്സേജ് കൊച്ചനിയന്മാരെ നന്നായിട്ട് പഠിച്ചോ, അതാണ് ഉണ്ടാവുക. ഇനിയുള്ള കാലങ്ങൾ നമ്മളൊക്കെ എത്ര കാലം ജീവിക്കും സർവാധിനാഥൻ എനിക്കറിയാം. അപ്പം ആത്മീയമായും ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധമാണ്. നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് വലിയ ആളൊക്കെ ആകുമ്പോൾ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക. അത് ഉമ്മയായാലും ഉപ്പയായാലും അച്ഛനായാലും അമ്മയായാലും മറക്കരുത്. എന്നോട് പറഞ്ഞെന്നുണ്ടായിരുന്നു, കടക്കൊഴിച്ചാൽ തല പൊട്ടും, പഴയ കാരണന്മാർ. ഞാൻ കുറേ ഒഴിച്ച്, പക്ഷെ മറ്റുള്ള ആൾക്കാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേക്ക് അറിയില്ല. ഒഴിച്ചിട്ടില്ല, അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഗുണം എനിക്കോ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കോ ഉണ്ടെങ്കിൽ അത് മതി. അതല്ല മരണശേഷമാണ് അത് കിട്ടുന്നത്, അത് മതി. പിന്നെ ഞാനത് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തില്ല, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ പറയും ഞാനത് ചെയ്ത് ഇത് ചെയ്ത്. ഒരാൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടാവും. അതൊന്നും പ്രശ്നമാക്കണ്ട, പറ്റണത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളടുത്ത് ഒന്നുമില്ല, വെറുതെ നടക്കുകയാണ്, പണിയില്ല, കാര്യങ്ങളില്ല, നമ്മൾ അവിടെ കൊടുത്തില്ല ഇവിടെ കൊടുത്തില്ല. ആരെങ്കിലുമൊക്കെ ഒരുപാട് ആളെ പറ്റി ഞാൻ പറഞ്ഞത്, ഞാനടക്കാം. ആ പറഞ്ഞ് നടക്കലേ ഉണ്ടാവുള്ളൂ. മുകളിലുള്ള ആൾക്കറിയാം ഇത് വട്ടപൂജ്യത്തിലാണ് നിൽക്കുന്നത്. ഒരാളെ ഡ്രസ്സും കാര്യം കണ്ടിട്ട് ആരെയും വിലയിരുത്താൻ പോകണ്ട. നല്ല വൃത്തിയിലൊക്കെ നടക്കും. സാമ്പത്തികമായിട്ട് അയാളെ കാര്യം തന്നെ പ്രയാസത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ആരെങ്കിലും കടം ചോദിച്ച് തന്നില്ല, ദേഷ്യം പിടിക്കാൻ പോകേണ്ട അയാളത്തില്ലായിട്ടാണ്. ഈ മെസ്സേജും കൂടി ഇതിലുണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പം കാണുന്നത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല നല്ല ആൾക്കാരെ ഓരോന്ന് പറഞ്ഞിട്ട് പിത്തനാക്കിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാതിരിക്കട്ടെ, നല്ല നാളുകൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ നടക്കുന്ന കല്യാണത്തിന് അന്നത്തെ ഈ അനുഭവങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ കല്യാണം അതിൻ്റെ ലെവലിൽ പോകുന്നുണ്ട്. അപ്പം കൊച്ചനിയന്മാരെ നന്നായിട്ട് പഠിക്കുക. പെൺപിള്ളേർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ പഠിച്ചിട്ട് നല്ല സൂപ്പറാവേ. നല്ലൊരു കാലം നിങ്ങൾക്കും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. കൂടുതലായി പറയാനില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വർത്താനത്തിലോ അതായത് സംസാരത്തിലോ പാളിച്ചകളുണ്ടെങ്കിൽ പൊറുക്കണം. മാസ്സലാമ. സാറായി.